ദൈവവചനത്തിന് വേണ്ടി വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ബൈബിൾ തുറക്കാം. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം നമുക്ക് എടുക്കാം. എന്നാൽ സംതൃപ്തിയോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു. എന്നാൽ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായം ആകുന്നു താനും. അത് പഴയ മലയാളമാണ്. ശരിയായ മലയാളം, ശരിയായ അർത്ഥത്തിൽ രണ്ടാമത് വായിച്ച് നാം കേട്ടല്ലോ, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എ ഹയർ ലൈഫ് ഓഫ് കണ്ടന്റ്മെന്റ്. ഇപ്പോൾ നാം ആയിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം. വെറും ജീവിതമല്ല, ദൈവഭക്തിയോടുകൂടിയ ജീവിതം. ലോകത്തിലുള്ള മനുഷ്യരെ, പൊതുവെ വിശ്വാസികളെയും ഒക്കെ നാം നോക്കിയാൽ പൊതുവെ ആർക്കും ഒന്നിനെക്കുറിച്ച് ഒരു തൃപ്തിയില്ല. എന്തെല്ലാം കിട്ടിയാലും, എത്ര പണം ഉണ്ടായാലും, എത്ര വീട് കിട്ടിയാലും, എന്തെല്ലാം കിട്ടിയാലും അയലോക്കാരൻ എങ്ങനെ ഇരിക്കുന്നു, മറ്റു സഹോദരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ഇന്നാരെങ്ങനെ ഇരിക്കുന്നു, ഇന്നാരെങ്ങനെ ഇരിക്കുന്നു, ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ സംതൃപ്തിയൊക്കെ പോകും. നമുക്ക് പിന്നെയും മത്സര മനോഭാവവും അസൂയയും തൃപ്തിയില്ലായ്മയും, ഞങ്ങൾക്ക് ഇത്ര ഉള്ളല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, 2 തരത്തിലുള്ള ക്രിസ്തീയ ജീവിതങ്ങളുണ്ട്. ഒന്ന്, എല്ലാറ്റിനു വേണ്ടി എപ്പോഴും സംതൃപ്തിയുള്ള ഒരു ജീവിതം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു ജീവിതം. എന്നാൽ എപ്പോഴും തൃപ്തിയില്ലാതെ, എന്തെല്ലാം കിട്ടിയാലും സംതൃപ്തിയില്ലാതെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്ത് വിഷമിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം. ഇത് രണ്ടും 2 എക്സ്ട്രീംസിലുള്ള ജീവിതങ്ങളാണ്. എന്നാൽ ആ മൈനസ് ലെവലിൽ നിന്ന് നാം പോസിറ്റീവ് ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ വന്നപ്പോൾ, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നാം കാര്യങ്ങളിലെല്ലാം ഒരു സംതൃപ്തിയുള്ള ജീവിതത്തിലേക്ക് കയറുവാൻ തുടങ്ങി. ഇവിടെ നാം വായിച്ചു കേട്ടത്, ഇങ്ങനെ സംതൃപ്തിയുള്ള ജീവിതം വലിയ ആദായകരമാണ്, വളരെ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് ഈ സംതൃപ്തിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ? സംതൃപ്തിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ദൈവഭക്തിയുള്ള ജീവിതത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എ ഗോഡ് ഫിയറിംഗ് ലൈഫ്. അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ 7ഉം 8ഉം വചനങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. വേഴ്സസ് 8, 7 and 8. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ അവയാൽ നാം സംതൃപ്തരായിരിക്കണം. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണ്ണാനും ഉടുക്കാനും ജീവിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. തമിഴ്നാട്ടിലെ സഹോദരന്മാർ പറയും, ഇത് പോതും, ഇത്രയും മതി, പോതുമെൻകിற മനസ്സ്, ഇത്രയും മതി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്ന ഒരു നല്ല മനസ്സ്. ഇത്രയും മതി, ദൈവം തന്നതൊക്കെ മതി, ഞങ്ങൾ അതിൽ തൃപ്തരാണ്. മുമ്പ് ഒരാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവൻ്റെ കാലിലുള്ള ഷൂവിനെ കുറിച്ച് അവൻ എപ്പോഴും പരാതി, എൻ്റെ ഷൂ നല്ല ഡിസൈൻ അല്ല, അത് ഇച്ചിരി പഴയതായി, അതൊക്കെ ചുളുക്കമൊക്കെ വന്നു. എന്നാൽ അവൻ കുറച്ച് കഴിഞ്ഞ് 2 കാലും ഇല്ലാത്ത ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ അവന് സുബോധം ഉണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, ഈ 2 കാലും ഇല്ലാത്ത മനുഷ്യനെ കണ്ടെത്തുന്നത് വരെ എൻ്റെ ഷൂവിനെ കുറിച്ച് എനിക്ക് പരാതി ഉണ്ടായിരുന്നു. ഇയാളെ കണ്ടപ്പോൾ എൻ്റെ ഷൂവിനെ കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല. അയാളെക്കാൾ എന്തുമാത്രം ബെറ്ററാണ് ഞാൻ. അയാൾക്ക് 2 കാലും ഇല്ല, ഷൂ ഇടാൻ പറ്റുന്നില്ല, കാലേ ഇല്ല, എനിക്ക് കാലുമുണ്ട്, ഈ പഴയ ഷൂ ആണെങ്കിൽ പോലും അതുമുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവമേ, ഇത്രയൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇതില്ലാത്ത എത്രയോ പേരുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതയും രോഗവും പ്രയാസവും കരച്ചിലും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഞങ്ങൾക്ക് ഇത്രയോ ഒരു ശാന്തി സമാധാനവും ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ദൈവം നൽകിയ നന്മകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ലക്ഷ്യം ദൈവഭയമുള്ള ഒരു ജീവിതമായിരിക്കണം. അതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. എ ഗോഡ് ഫിയറിംഗ് ലൈഫ് ആൻഡ് എ ഗോഡ് പ്ലീസിങ് ലൈഫ്. ദൈവം, എൻ്റെ ജീവിതത്തിൽ അങ്ങയെക്കുറിച്ചുള്ളൊരു ഭയം വേണം, ദൈവഭയം വേണം. പാപകരമായ കാര്യങ്ങൾ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒരു ഭയം എനിക്ക് ആവശ്യമുണ്ട്. കാരണം ദൈവം ഇതറിയുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം കാണുന്നു. അതുകൊണ്ട്
ദൈവമേ, അങ്ങയെ ഭയപ്പെട്ട് അങ്ങയുടെ മുമ്പിൽ പവിത്രമായി നേരെ സത്യസന്ധമായിട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങയ്ക്ക് സന്തോഷമാണോ? ആർ യു പ്ലീസ്ഡ് വിത്ത് മൈ ലൈഫ്? ആർ യു ഹാപ്പി വിത്ത് മൈ ലൈഫ്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് അങ്ങയ്ക്ക് സന്തോഷമാണോ? പ്ലീസിങ് ആണോ? ഇടയ്ക്കിടയ്ക്ക് നാം ദൈവത്തോട് ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നാം വായിച്ച ഭാഗത്തിൽ സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ ആദായമുള്ള കാര്യമാണ്. അത് വലിയ നേട്ടമാണ്. പ്രിയ സഹോദരന്മാരെ, ഈ ഒരു ജീവിതത്തിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്, അത് അനുഗ്രഹമാണ്. ഈ ദൈവഭക്തിയുള്ള ജീവിതം എന്നുള്ളത് നമ്മുടെ ഒരു ദർശനമായി തീരേണ്ടത് ആവശ്യമാണ്. ഒരു വിഷനായി ദൈവം തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയുമില്ല. ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും, എത്ര വീട് മോടി പിടിപ്പിച്ചാലും ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഈ സത്യം പലപ്പോഴും മരണ വീടുകളിൽ ചെല്ലുമ്പോഴാണ് ഓർക്കുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് ഓർക്കണം, ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മുടെ ഒരു റീലൊക്കേഷൻ, ഇവിടുന്ന് സ്ഥലം വിട്ട് പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഞങ്ങൾ കോട്ടയത്തേക്ക് റീലൊക്കേഷൻ നടത്തിയപ്പോഴും അത് വളരെ നല്ല ഒരു പാഠമായിരുന്നു. അതൊരു റിഹേഴ്സലായിരുന്നു. ഇനി ഫൈനൽ റീലൊക്കേഷൻ വരുമ്പോൾ വളരെ സന്തോഷമായിട്ട് ഇവിടെ ഉള്ളതും കൂടെ എല്ലാം വിട്ടേച്ച് പോകാൻ നമുക്കൊരു പ്രയാസവും ഇല്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ ഈ കാലങ്ങളിൽ മാറണം. ഇത് മതി, ഇത്രയും മതി, ദൈവം തന്നതിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറയുവാൻ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് ചില വചനങ്ങൾ ബൈബിളിൽ നിന്ന് വീണ്ടും വായിക്കാം. ചില ദൈവഭക്തന്മാരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതങ്ങളും എങ്ങനെയായിരുന്നു. ആദ്യമായി ഉദാഹരണമായി ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വചനം വായിക്കാം. ദ ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 1 വേഴ്സ് 21. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഈ പശ്ചാത്തലം നമുക്കറിയാം. ആ ദേശത്ത് ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു, അനുഗ്രഹീതനായ ഒരു മനുഷ്യനായിരുന്നു. വേദപുസ്തകമോ പരിശുദ്ധാത്മാഭിഷേകമോ ഒന്നുമില്ലാതിരുന്ന ആ മനുഷ്യൻ എത്ര ആത്മീയമായ ദർശനമുള്ളവനായിരുന്നു. സകല സ്വത്തും നഷ്ടപ്പെട്ടു, 10 മക്കളും ഒരു ദിവസം മരിച്ചുപോയി. അങ്ങനെയുള്ള സമയത്ത് ഇയ്യോബ് പറയുകയാണ്, ദൈവമാണ് ഇതൊക്കെ തന്നത്, ഇപ്പോൾ അത് തിരിച്ചെടുക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ചപ്പാട് ഇയ്യോബിന് മാത്രമല്ല, ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുവാനായിട്ട് സാധിക്കും. ദൈവം നഷ്ടങ്ങൾ അനുവദിക്കുമ്പോൾ, രോഗമോ പ്രയാസമോ ആക്സിഡന്റോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടോ ഒക്കെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാമോ? ഇതൊക്കെ സംഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ ഈ ലോകമനുഷ്യരെ പോലെ നാം നെഞ്ചത്തടിച്ച് വെപ്രാളം പിടിച്ച് അങ്ങനെ നിലവിളിക്കുന്നവരായി തീരരുത്. ഇയ്യോബ് പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചോണം. കർത്താവ് തന്നു, കർത്താവ് തിരികെ എടുത്തു, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അത് നല്ല ഒരു കാഴ്ചപ്പാടാണ്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 16-ാം വാക്യം നോക്കിക്കേ. Proverbs chapter 15 verse 16. മഹാനിക്ഷേപവും അതിനോട് കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ നല്ലത് യഹോവ ഭക്തിയോട് കൂടെയുള്ള അല്പം ധനമാണ്. ദൈവഭക്തിയുള്ള ഒരു മനുഷ്യന് അല്പം ധനമേ ഉള്ളൂ എങ്കിലും, കഷ്ടിച്ച് ജീവിക്കാനുള്ളതേ ഉള്ളെങ്കിലും അവർക്ക് സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കും. വലിയ ധനവാന്മാർക്ക് പോലും ഉറക്കമില്ല, അവർക്കൊരു സ്വസ്ഥതയില്ല. എന്നാൽ ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്ക് അവർ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാകാം, അല്ലെങ്കിൽ കഷ്ടിച്ചു പോകുന്നവരാകാം. എങ്കിലും ജീവിതത്തെ ശപിക്കാതെ, മറ്റാരെങ്കിലും നോക്കി അസൂയപ്പെടാതെ, എനിക്കില്ലല്ലോ എന്ന് പറയാതെ, ദൈവമേ അവിടെ നൽകിയതിൽ ഞാൻ തൃപ്തനാണ്, ദൈവഭക്തിയോടുകൂടെ അല്പം ഉണ്ടെങ്കിൽ അത് മതി, ഇത് പോതും, ഇത്രയും മതി, ദൈവമേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതെത്ര അനുഗ്രഹീതമായ ജീവിതമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം നോക്കാം. ലൂക്ക് 3 വേഴ്സ് 13. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും വ്യാജമായി കുറ്റം ചുമത്താതെയും ചതിവായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തൻ്റെ അടുത്ത് വന്ന പടയാളികളോടൊക്കെ പറയുകയാണ്, നിങ്ങൾക്കുള്ളത് മതി എന്നുള്ള ഒരു മനോഭാവമാണ് ആവശ്യം. കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി ചതി പ്രയോഗിക്കരുത്, പിടിച്ചു പറിക്കരുത്, കള്ളം പറയരുത്. നിങ്ങൾക്ക് ഉള്ള ശമ്പളം മതി എന്ന് തൃപ്തരാകുക. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ സാഹചര്യങ്ങളെ അതിൽ സംതൃപ്തരായിരിക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ദൈവം
കൂടുതൽ തരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊള്ളുക, അത് വാങ്ങിച്ചുകൊള്ളുക. നിങ്ങളുടെ ശമ്പളത്തിൽ വർധന ഉണ്ടായാൽ വേണ്ടാന്ന് പറയണ്ട, അത് വാങ്ങിച്ചുകൊള്ളുക, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത്യാർത്തി പിടിച്ച് ഇത് പോരാ, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നിങ്ങനെ ഉള്ള മോഹത്തിനടിമകളായി നാം ആയിരിക്കരുത്. ഉള്ളതിൽ തൃപ്തരായിട്ട് ജീവിക്കുവാൻ നമ്മെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നു. ഒരു വചനം കൂടെ വായിച്ച് മുമ്പോട്ട് പോകാം. എബ്രായർ 13-ാം അധ്യായം 5-ാം വചനം നോക്കിക്കേ. Hebrews chapter 13 verse 5. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹം ഇല്ലാതാകട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഉള്ളത് കൊണ്ട് മതി എന്ന് നിങ്ങൾ ആ രീതിയിൽ തൃപ്തരാകുവീൻ. നിങ്ങളുടെ മനസ്സിൽ പണസ്നേഹം വർദ്ധിച്ചു വരരുത്, ധനത്തോട് ഉള്ള സ്നേഹം വർദ്ധിച്ചു വരരുത്, ധനത്തെ സ്നേഹിക്കരുത്. ധനത്തെ ഒരു ജോലിക്കാരനായി, ഒരു വേലക്കാരനായി ഉപയോഗിച്ചുകൊള്ളുക. അവൻ നല്ല പണിയെടുക്കുന്നവനാണ്. എന്നാൽ ധനത്തെ നിങ്ങളുടെ യജമാനനാക്കരുത്. അത് നിങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. പണം പ്രയോജനമുള്ള കാര്യമാണ്, എന്നാൽ നമ്മുടെ മനസ്സ് അതിലിരിക്കരുത്. നിങ്ങളുടെ ഹൃദയം ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. കാരണം എന്താണ്? ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് താൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ദൈവം തന്നെ തുറന്ന് തിരുവായി മൊഴി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്റെ ഭാവി ഞാൻ കൈകാര്യം ചെയ്തോളാം. ബൈബിളിൽ മറ്റൊരിടത്ത് പറയുന്നു, ദൈവം നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. നാം ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാരാണ്, ക്രിസ്തുവിൽ കൂടെ നീതി പ്രാപിച്ചവരാണ്, നീതിമാന്മാരാണ്. നാം പട്ടിണി കിടക്കാനും അനാവശ്യമായി വളരെ ഞെരുങ്ങാനും ഒന്നും ദൈവം അനുവദിക്കുകയില്ല. നമുക്കൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നാം കൂടുതൽ ദരിദ്രന്മാരായവർ ആരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നു, കാര്യങ്ങൾ അനുഗ്രഹമായി കൊണ്ടുവരുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നല്ല അവസ്ഥ. എങ്കിലും നാം ഒക്കെയും പലപ്പോഴും തൃപ്തിയില്ലാത്തവരാണ്, സാഹചര്യങ്ങളെ പഴി പറയുന്നവരാണ്. ചുറ്റുപാട് നോക്കി, മറ്റുള്ളവരെ നോക്കി അവരുമായിട്ട് നമ്മളെ തുലനം ചെയ്യുകയും താരതമ്യം ചെയ്യുകയും ചെയ്യുന്നവരാണ്. വി കമ്പയർ അവർസെൽസ് വിത്ത് അതേഴ്സ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ മനസ്സിൽ അസൂയ കയറും. എൻ്റെ കൂടെ ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് നോക്കി, അയാൾ എവിടെയായി, ഞാൻ എവിടെയാ. ഇങ്ങനെയാണ് കമ്പാരിസൺ വരുന്നത്. എന്നിട്ട് അസൂയ വരും. ചിലപ്പോൾ കോമ്പറ്റീഷനായിട്ട് തീരും, മത്സരം. എനിക്ക് അവരെ പോലെ ആകണം. അതിനുവേണ്ടി പല മാർഗങ്ങളും സ്വീകരിച്ച്, വളഞ്ഞ വഴികളൊക്കെ സ്വീകരിച്ച് മറ്റുള്ള ആരെങ്കിലും പോലെ ആകാനുള്ള ആഗ്രഹം നമ്മിൽ ചിലപ്പോൾ വരാം. ഇതൊന്നും ദൈവമക്കളായ നമുക്ക് ദൈവം അനുവദിച്ചിട്ടില്ല. നാം ആദ്യം എന്താ വായിച്ചത്? സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തിയുള്ള ഒരു ജീവിതം, അത് ഏറ്റവും വിലപ്പെട്ടതാണ്, അനുഗ്രഹീതമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റ് എന്ന് വെച്ചാൽ, തൃപ്തിയുള്ള ജീവിതത്തിന് പകരം അസംതൃപ്തി, ഡിസ്കണ്ടന്റ്മെന്റ്, അതൃപ്തിയുള്ള ഒരു ജീവിതം പലപ്പോഴും നമുക്ക് വരാറുണ്ട്. ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് തൃപ്തിയില്ല. ദൈവത്തിൻ്റെ നന്മകളെ പലപ്പോഴും നാം നിസ്സാരമായി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഇസ്രായേൽ ജനം അങ്ങനെ ആയിരുന്നു. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഒരു ദൃഷ്ടാന്തം നോക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ നോക്കാം. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 21 verses 4 onwards. ആ ഭാഗം ഒന്ന് വായിക്കാമോ? പിന്നെ അവൻ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴിയിലെ ക്ലേശങ്ങൾ നിമിത്തം ജനം അക്ഷമരായി. ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ നിസ്സാര ഭക്ഷണം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെയധികം ജനം മരിച്ചു. നോക്കുക, ദയനീയമായ ഒരു അന്ത്യമാണ് അവിടെ സംഭവിച്ചത്. ദൈവം അനുവദിച്ചിട്ട് വിഷമുള്ള സർപ്പങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് വന്നു കയറി ആളുകളെ കടിച്ചു, അനേകം പേര് മരിച്ചു. എന്താണ് കാരണം? പാമ്പ് കടിയേറ്റ് മനുഷ്യർ മരിച്ചതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ നന്മകളെ വിലമതിക്കാതെ, തൃപ്തിയില്ലാതെ, ദൈവത്തിൻ്റെ നന്മകളെ അനുഗ്രഹങ്ങളെയും നിസ്സാരമായി കണ്ട് സംസാരിച്ചു. ഇവിടെ അവർ പറയുന്ന ഭാഗമുണ്ടല്ലോ, 5-ാം വാക്യം നോക്കുക. ഇസ്രായേൽ ജനങ്ങൾ
ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. പലപ്പോഴും ഞാൻ നിങ്ങളും സാഹചര്യങ്ങളെ പഴി പറയുന്നവരും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവരും അവർ കാരണമായി ഇത് സംഭവിച്ചത്, അവരാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് അത്ര നല്ല സ്വഭാവമല്ല. അതിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്, അതിനെ വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ജനം സംസാരിക്കാൻ തുടങ്ങി. അവരെന്താ പറഞ്ഞത്? ശാപവാക്കുകളാണ് പറയുന്നത്. സന്തോഷകരമായ സ്തോത്രവും ഒന്നും അല്ല പറയുന്നത്. അവർ പറഞ്ഞു, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. എത്ര മോശമായിട്ടാണ് അവർ സംസാരിച്ചത്. ദൈവം അവർക്ക് ധാരാളമായി കൊടുത്ത വളരെ വളരെ ന്യൂട്രീഷനുള്ള വളരെ പോഷക സമൃദ്ധമായ ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ അവർ പറയുകയാണ്, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് മടുത്തു, ഇതൊന്നും വേണ്ട, ഇത് ആർക്ക് വേണം, ഇത് ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്രായേൽ ജനം മാത്രമാണോ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. ഞാനും നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെ പറയുന്നവരാണ്. നമ്മുടെ ജീവിത പങ്കാളികളെക്കുറിച്ച്, അല്ലെങ്കിൽ മക്കൾ പേരൻസിനെ കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ സഭയിലെ നേതാക്കന്മാരെ കുറിച്ച്, സഭയിൽ നടത്തുന്ന നടത്തിപ്പുകാരെ കുറിച്ച്, നമ്മെ ഭരിക്കുന്ന ഭരണാധിപന്മാരെ കുറിച്ചും പോലീസുകാരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ശാപവാക്കുകൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്ന സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാൻ സമയമായി. ഈ മനുഷ്യനെയാണോ തന്നത്? ഈ സ്ത്രീയാണോ എനിക്ക് തന്നത്? ഞാൻ കുറച്ചുകൂടെ നല്ല ആളിനെ ഡിസേർവ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്. നമ്മുടെ ഭവനത്തെക്കുറിച്ചും ഭവന അന്തരീക്ഷത്തെക്കുറിച്ചും ഇടയ്ക്ക് മനസ്സിലും ആദ്യം പിന്നെ വായിലും ശാപവാക്കുകൾ വരാറുണ്ടോ? ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? പല ആളുകളും പറയുന്നത് ഇങ്ങനെയൊക്കെ. ഇങ്ങനെയുള്ള ശാപവാക്കുകൾ ദൈവമക്കൾക്ക് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം സ്തോത്രം ചൊല്ലുന്നവരും സന്തോഷമായിട്ട് സംസാരിക്കുന്നവരും ദൈവത്തിന് നന്ദി പറയുന്നവരുമായി തീരണം. ഈ ജനം ചെയ്തത് മഹാപോഷത്വമായി പോയി. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കാതെ വിട്ടില്ല. അവർക്ക് ശിക്ഷ ഉടനെ അയച്ചു, അഗ്നിസർപ്പങ്ങളെ അയച്ചു. പ്രിയ സഹോദരന്മാരെ, അത് അസംതൃപ്തിയുള്ള ജീവിതവും അങ്ങനെയുള്ള സംസാരവും ചിന്തയും വർത്തമാനവും ഇടപാടുകളും ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നു. അത് നിമിത്തം നിങ്ങൾക്ക് ശിക്ഷാവിധി തീർച്ചയായിട്ടും വരും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിൻ്റെ പണിഷ്മെൻ്റ് ദൈവം തരും എന്നുള്ളത് ഓർത്തുകൊള്ളുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടുംബത്തിൽപ്പെട്ടവരെക്കുറിച്ചും അയൽക്കാരെക്കുറിച്ചും ഒക്കെയും സ്തോത്രം ചെയ്യാനും അവരിലുള്ള നല്ല കാര്യങ്ങൾ കണ്ടെത്തി അവർക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യാനും പരിശീലിച്ച് തുടങ്ങേണ്ടത് ആവശ്യമാണ്. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വേണ്ട, ഇത് തന്ന ദൈവത്തെ തന്നെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ദൈവത്തിന് വല്ലതും അറിയാമോ? ദൈവം ഇതാണോ ഞങ്ങൾക്ക് തന്നത്? ഞങ്ങൾ മടുത്തു. ഈ ഒരു സ്വരം, പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമകാലത്തിൻ്റെ ഒരു സ്വരമാണ്. എന്നാൽ ഇന്ന് നാം പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ കീഴിൽ പാർക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലും വായിലും ഇങ്ങനെയുള്ള ഒരു ശബ്ദം ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ശബ്ദം സംതൃപ്തിയുടെ ശബ്ദമാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് സ്തോത്രം. ദൈവമേ, ഇത്രയൊക്കെ തന്നു, ഇതിനൊക്കെ ആയിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്കൊരാവലാതിയും ഇല്ല, ഞങ്ങൾ സ്തോത്രത്തോടെ ഇതെല്ലാം കൈക്കൊള്ളുന്നു. ദൈവഭക്തന്മാർ പോലും ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ജീവിതത്തിൽ വേണ്ടാത്തത് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കൽ ഇയ്യോബ് പറഞ്ഞതും കൂടെ നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം, ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 10 and verse 1 വായിക്കാം. എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. എൻ്റെ ആത്മവ്യതയിൽ ഞാൻ സംസാരിക്കും. ഇവിടെ തൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെയും രോഗത്തെയും വേദനകളെയും ഒക്കെ നോക്കി തനിക്ക് സകലവും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സ്വയം പരിതപിച്ച് സ്വയം ശപിക്കുന്ന ഒരു ഇയ്യോബിനെയാണ് ഇവിടെ നാം കാണുന്നത്. പലപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് പകരം ദൈവമക്കളും മറ്റു മനുഷ്യരും ഒക്കെ എപ്പോഴും പിറുപിറുക്കുന്ന സ്വഭാവക്കാരാണ്. മർമറിങ് ആൻഡ് ഗ്രംബിളിങ് ആൻഡ് അട്ടറിങ് കംപ്ലൈൻസ്, എപ്പോഴും ആവലാതിയും പരാതിയും, മറ്റുള്ളവരെക്കുറിച്ച് ദൈവം നൽകിയ ജീവിതത്തിലുള്ള ബന്ധുക്കളെ, അടുത്ത സ്നേഹിതരെ ഒക്കെ സംബന്ധിച്ച് ആവലാതി പറയുന്ന ഒരു സ്വഭാവം, അത് വളരെ ദോഷകരമായ ഒരു സ്വഭാവമാണ്. ഇയ്യോബ് പറഞ്ഞു, എൻ്റെ ജീവിതം എനിക്കിപ്പോൾ വെറുപ്പായി തോന്നുന്നു. ഐ എം വെയറി ഓഫ് മൈ ലൈഫ്. ഞാൻ ക്ഷീണിച്ചു. ഇയ്യോബ് അത്രയും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ കാലത്ത് നാം ആരും അങ്ങനെ പറയാൻ പാടില്ല.
എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മടുത്തു, എനിക്ക് മതിയായി എന്നൊന്നും ആരും പറയരുത്. അത് ദൈവം കേൾക്കും. ദൈവത്തിന് സന്തോഷകരമായ കാര്യമല്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ആവലാതികളെക്കുറിച്ച് നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 10-ാം വചനം വായിക്കാം. 1 Corinthians chapter 10 verse 10. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരകനാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ പിറുപിറുത്തു, ദൈവത്തിനെതിരായി സംസാരിച്ചു, അസംതൃപ്തിയോടെ പിറുപിറുത്തു സംസാരിച്ചു, പരാതിയും ശാപവും പറഞ്ഞു. അവർ അനേകം പേരും മരിച്ചുപോയി. സംഹാരിയെ ദൈവം അയച്ചു, സംഹാരിയാൽ നശിച്ചുപോയി. പല തരത്തിലുള്ള പണിഷ്മെന്റ്സ്, ശിക്ഷകൾ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തു. ഒടുവിലായിട്ട് അവരുടെ ദേശം വിട്ട് ബാബിലോൺ ദേശത്ത് ആയിരക്കണക്കിന് മൈൽ ദൂരെ പോയി അടിമകളായി ദീർഘവർഷം ജീവിക്കേണ്ടി പോലും വന്നു. ഇതെല്ലാം ഇവരുടെ അസംതൃപ്തിയും അനുസരണക്കേടും ദൈവത്തെ വിട്ട് പോയതിൻ്റെ ഫലമായിരുന്നു എന്നാണ് നാം കാണുന്നത്. ഇനി യൂദയുടെ പുസ്തകം, പുതിയ നിയമത്തിലേക്ക് വരാം. യൂദയുടെ പുസ്തകം അതിൻ്റെ 16-ാം വചനം, ജൂഡ് വേഴ്സ് 16 വായിക്കാം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ഇവിടെ യൂദ സംസാരിക്കുമ്പോൾ ചില കള്ളപ്രവാചകന്മാരെ കുറിച്ചും ദൈവത്തിൽ നിന്നും പിന്മാറി അകന്നുപോയ മനുഷ്യരെക്കുറിച്ചുമാണ് പറയുന്നത്. അവരും ലീഡേഴ്സൊക്കെയാണ്, പക്ഷേ അവർ എപ്പോഴും പിറുപിറുപ്പുകാരാണ്. തങ്ങളുടെ ഇപ്പോഴത്തെ ഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ അവസ്ഥയെക്കുറിച്ച് ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, നിങ്ങളുടെ ഇപ്പോഴത്തെ കുടുംബത്തിലെ സാഹചര്യത്തെക്കുറിച്ച്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എപ്പോഴും പിറുപിറുക്കുകയും ആവലാതി പറയുകയും ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയും ആ രീതിയിൽ ശാപവാക്കുകൾ പറയുന്നവരുമായിട്ടും നാം ആരും തീരരുത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. നാം സംതൃപ്തിയോടെ എല്ലാറ്റിനു വേണ്ടിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ദൈവമേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ കുറവോ കുറ്റമല്ലോ ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണമേ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ദൈവകൃപയും ശക്തിയും എനിക്ക് നൽകണമേ, ഞാൻ മുമ്പോട്ട് പൊക്കൊള്ളാം, ഞാൻ അങ്ങയെ സേവിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് നാം ക്രിയാത്മകമായി സംസാരിക്കുന്നവരാകണം. നാം ചിന്തിച്ചു വരുന്നത് സംതൃപ്തിയുള്ള, ഇപ്പോഴത്തെക്കാളും ഉയർന്ന തലത്തിലുള്ള ഒരു ജീവിതം ദൈവമക്കൾക്കായി നമുക്കായി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വച്ചിട്ടുണ്ട്. അത് നാം ആരും നമുക്ക് ഇല്ലാതെയായി പോകരുത്. ദൈവഭക്തിയുള്ള ജീവിതത്തെക്കുറിച്ച് അത് വളരെ അനുഗ്രഹീതമാണ്, മെച്ചപ്പെട്ടതാണെന്ന് നാം വായിക്കുന്നു. തിമോത്തിയോസിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 8-ാം വചനം നോക്കുക. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4 and verse 8. ശാരീരിക പരിശീലനം അല്പം പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതായതിനാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇവിടെ ദൈവഭക്തിയുള്ള ജീവിതം, എ ഗോഡ്ലി ലൈഫ്, അത് ഈ ഭൂമിയിലേക്കും വരുവാനുള്ള രാജ്യത്തിലേക്കും വളരെ പ്രയോജനമുള്ളതാണ്. ശാരീരിക അഭ്യാസം, എക്സസൈസ് ചെയ്യുന്നതും ജിമ്മിൽ പോകുന്നതും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതും, അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള ശാരീരികമായ എക്സസൈസസ് കുറച്ച് പ്രയോജനമുള്ളതാണ്, നല്ലതാണ്, ഞാനും ചെയ്യാറുണ്ട്, അതുകൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. പക്ഷേ അതെല്ലാം അല്ല, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം തീരത്തില്ല. ആത്മീയമായ അഭ്യാസം, സ്പിരിച്വൽ എക്സർസൈസസ് ആണ് ഈ ലോകത്തിലേക്കും വരുവാനുള്ള ലോകത്തിലേക്കും പ്രയോജനകരമായത്. നാം ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനം കേൾക്കുന്നു, വീട്ടിലിരുന്ന് ദൈവവചനം വായിച്ച് പഠിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, ഈ വചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതൊരു നല്ല അഭ്യാസമാണ്. വർക്കിംഗ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനവുമായിട്ട് വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, ഏറ്റെടുക്കുന്നു, നമ്മളെ തന്നെ തിരുത്തുന്നു. അതൊരു ആത്മീയമായ എക്സർസൈസാണ്. നമ്മൾ എത്ര പേര് റെഗുലറായി ഡിസിപ്ലിൻഡ് ആയിട്ട് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്? ശാരീരികമായ എക്സസൈസും ഭക്ഷണം കഴിക്കുന്നതും ഉദ്യോഗം ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതും ഇത് നിങ്ങൾക്ക് മുഖ്യ വിഷയമായിരിക്കരുത്. ദൈവരാജ്യവും ദൈവവചനവും ബൈബിളിനെ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മുഖ്യമായ കാര്യമായിരിക്കണം. എങ്കിൽ മാത്രമേ വരുവാനുള്ള രാജ്യത്തിൽ നിങ്ങൾ ആരോഗ്യകരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവഭക്തിയുള്ള ജീവിതം ഏറ്റവും ഫലപ്രദമാണ്, അത് വാഗ്ദത്തമുള്ളതാണ്,
അത് സകലത്തിനും പ്രയോജനകരമാകുന്നു. നാം അതിനെക്കുറിച്ചാണ് ഇവിടെ ചിന്തിച്ചു വരുന്നത്. എ ഗോഡ്ലി ലൈഫ്, ദൈവഭക്തിയുള്ള ജീവിതം. എന്നാൽ ആ ദൈവഭക്തിയുള്ള ജീവിതത്തിൻ്റെ കൂടെ സംതൃപ്തിയും കൂടി ചേരുമ്പോൾ, കണ്ടന്റ്മെന്റ്, എല്ലാറ്റിനു വേണ്ടിയും സംതൃപ്തമാണ്, അപ്പോൾ ആ ജീവിതം ഏറ്റവും അത് പ്രയോജനമുള്ളതാണ്, അനുഗ്രഹമുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇത് സാധ്യമാണോ എന്ന് നാം ചിന്തിക്കും. ഇങ്ങനെയുള്ള സംതൃപ്തിയുള്ള ജീവിതം എങ്ങനെ സാധിക്കും? ഈസ് ഇറ്റ് പോസിബിൾ? ഇത് സാധ്യമാണോ? ഞങ്ങളൊക്കെ ബലഹീനരായ മനുഷ്യരല്ലേ? ഓരോ പ്രയാസം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്നങ്ങ് പറഞ്ഞു പോകുന്നു, ശപിച്ചു പോകുന്നു, ശാപവാക്കുകൾ പറയുന്നു, ദേഷ്യപ്പെടുന്നു, കരയുന്നു. ഞങ്ങൾക്ക് എങ്ങനെ സംതൃപ്തിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റും? പലപ്പോഴും നാം സംശയിക്കാറുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 18-ാം വാക്യം. 1 Thessalonians chapter 5 verse 18. സകലത്തിലും സ്തോത്രം ചെയ്യുവീൻ, എന്തെന്നാൽ ഇതാകുന്നു ക്രിസ്തയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ഇവിടെ കേൾക്കുക, ഇത് നിങ്ങൾക്ക് സാധ്യമാണ്. എല്ലാ ദൈവമക്കൾക്കും സംതൃപ്തിയുള്ള ജീവിതം സാധ്യമാണ്. ഇവിടെ പറയുന്നു, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുവീൻ, എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുവീൻ. ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറകിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദൈവം വെറുതെ ഒരു സാഹചര്യവും തരുന്നില്ല. ദെയർ ഈസ് എ പർപ്പസ്. അതുകൊണ്ട് എല്ലാറ്റിനും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതാണല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ, ആവലാതി പറയാതെ പിറുപിറുക്കാതെ ജീവിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന ഒരു പോസിറ്റീവായ ഒരു ജീവിതം ദൈവം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനം നാം കേട്ടല്ലോ, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവർ പിറുപിറുക്കുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. നാം സഭയിൽ കൂടെ അത് പലപ്പോഴും കേൾക്കാറുണ്ട്. ആവലാതിയും പിറുപിറുക്കും ശാപവാക്കുകളും എല്ലാം അവസാനിപ്പിച്ചിട്ട് എന്നിട്ട് ഒരു പുതിയ പാട്ട് പാടുവാൻ നമുക്ക് വെളിപ്പാട് പുസ്തകം എടുക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 3-ാം വചനം. റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സ് 3. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. ഈ ദൃശ്യം സ്വർഗത്തിലെ സംഭവമാണ്, ഇവിടെ ഭൂമിയിലല്ല. കുഞ്ഞാടിനോടുകൂടെ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്, 144,000 പേര് അവർ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട മനുഷ്യരാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട മനുഷ്യരാണ്, നമ്മളെപ്പോലെയുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെക്കുറിച്ച് 5 നല്ല കാര്യങ്ങൾ അവിടെ പറയുന്നു. അതിലൊന്നാണ് അവർ ഒരു പുതിയ പാട്ട് പാടി. ദൈവസിംഹാസനത്തിന് മുമ്പിൽ, ക്രിസ്തുവിൻ്റെ മുൻപിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു പുതിയ പാട്ട് പാടി. എന്നിട്ട് പിന്നെ പറയുന്നു, ഈ 144,000 പേർക്കല്ലാതെ മറ്റാർക്കും ആ പുതിയ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പുതിയ പാട്ട് ഒരിക്കൽ പാടണമെങ്കിൽ അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് പഠിക്കണം എന്നുള്ളതാണ്, പരിശീലിക്കണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതാണ്. എല്ലാറ്റിനു വേണ്ടി എപ്പോഴും ദൈവത്തിന് സംതൃപ്തിയോടെ സ്തോത്രം ചെയ്യുന്ന ആ പുതിയ പാട്ട്. പുതിയ പാട്ടുണ്ടെങ്കിൽ പഴയ പാട്ടുമുണ്ട്. പഴയ പാട്ട് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, പിറുപിറുപ്പും ശാപവാക്കുകളും ശപിക്കുന്ന വാക്കുകളും എപ്പോഴും കുറ്റം പറയുന്നതും ആളുകൾക്കെതിരായിട്ട് സംസാരിക്കുന്നതും നെഗറ്റീവായ എല്ലാമാണ് ഈ പഴയ പാട്ടെന്ന് പറയുന്നത്. അതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമുക്ക്, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവനുള്ള ശ്വാസമുള്ള ഈ കാലത്ത് ആ ഒരു പുതിയ പാട്ട് പരിശീലിക്കുവാൻ സാധിക്കും. അത് നമ്മുടെ ഭവനങ്ങളിൽ ആരംഭിക്കണം. പ്രാക്ടീസിങ് എ ന്യൂ സോങ്. എല്ലാറ്റിനും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിന് നന്ദി പറയുന്നതാണ് ആ പുതിയ പാട്ട്. അത് പരിശീലിച്ചെങ്കിലേ പറ്റൂ. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന, മറ്റുള്ളവരിലുള്ള നന്മ കാണുന്ന ഒരു പുതിയ പാട്ടിൻ്റെ ജീവിതം എനിക്ക് നൽകണമേ. നിങ്ങൾക്കത് ആഗ്രഹമുണ്ടോ? ദൈവം അത് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. എഫേസ്യരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വചനത്തിലും അത് കാണുന്നു. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 20 വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും സകലത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇത് ഒരു കൽപ്പനയാണ്, ദൈവമക്കളായ നമ്മളോടുള്ള ഒരു കമാൻഡ്മെന്റ് ആണ്. എല്ലാറ്റിനും എല്ലാവർക്കും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും. എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുക എന്ന് വെച്ചാൽ നന്ദി പറയുക എന്നാണ്. ഗിവിങ് താങ്ക്സ് ഓൾവേസ് ഫോർ ഓൾ തിങ്സ്
ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും എല്ലാ സാഹചര്യങ്ങൾക്ക് വേണ്ടിയും എല്ലായ്പ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇങ്ങനെയൊക്കെയാ. ഇതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ദൈവം സകലവും നന്മയ്ക്കായി പ്രവർത്തിപ്പിക്കുന്നു, കൂടി വ്യാപരിപ്പിക്കുന്നു. ഗാഡ് ഈസ് കോസിങ് ഓൾ തിങ്സ് ടു വർക്ക് ടുഗദർ ഫോർ അവർ ഗുഡ്. ദൈവം സകലവും നന്മയ്ക്കായിട്ട് പ്രവർത്തിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ സാധിക്കും. എനിക്കതുകൊണ്ട് ഒരാവലാതിയുമില്ല, ആരെക്കുറിച്ചും പരാതിയില്ല. ദൈവം നൽകിയതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം സകലവും നന്മയ്ക്കായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാലയളവിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒരു ശിശുവിനെ പോലെ ദൈവത്തെ ആശ്രയിച്ച് മുറുകെ പിടിക്കുവാനും വിശ്വസിക്കുവാനും, ദൈവമേ, എൻ്റെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്, സംതൃപ്തിയോടെ സ്തോത്രത്തോടെ ജീവിക്കുവാൻ, നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ആ ഒരു വിശ്വാസമുണ്ടോ? സംതൃപ്തിയുള്ള ജീവിതത്തിൻ്റെ ഒരു അടയാളം കൂടെയാണത്. എടുക്കാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-ഉം 8-ഉം വചനങ്ങൾ വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സസ് 7 and 8. ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രഹാമിനോട് എന്റെ അപ്പ എന്ന് പറഞ്ഞു. ഞാൻ ഇതാ മകനെ എന്നവൻ മറുപടി പറഞ്ഞു. ഇതാ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. അതിന് അബ്രഹാം, ദൈവം തനിക്ക് ഹോമയാഗത്തിനായി ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കോളും മകനെ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. എന്താ സംഭവം? അബ്രഹാം തൻ്റെ ഒറ്റപുത്രനെ, ഏകപുത്രനെ ദൈവം പറഞ്ഞതനുസരിച്ച് യാഗമർപ്പിക്കുവാൻ അവനെയും കൊണ്ട് മലയിലേക്ക് പോവുകയാണ്. അവൻ്റെ ചുമലിൽ ഒരു കെട്ട് വിറകെടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ അതുകൊണ്ട് അനുസരണമുള്ള കുട്ടിയായിട്ട് നടന്നു പോകുന്നു. അവൻ്റെ 10-15-16 വയസ്സ് കാണും. ഈ മകൻ ചോദിച്ചു, അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള യാഗത്തിനൊക്കെ ഒരു ആട്ടിൻകുട്ടിയെ വേണമല്ലോ. ആട്ടിൻകുട്ടി എവിടെയാണ്? ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണത്. നമുക്കൊക്കെ ഭാവിയെക്കുറിച്ച് പല ചിന്തകളും ചിന്താകുലങ്ങളും ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ മറുപടി വളരെ മനോഹരമാണ്. എന്താ പറഞ്ഞത്? ഹോമയാഗത്തിനായി ദൈവം ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും എൻ്റെ മകനെ. ഇവിടെ അവര് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അവരെപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്, ആ ഇസാക്ക് ചോദിക്കുന്നത് മൈ ഫാദർ, എൻ്റെ അപ്പ എന്നാ വിളിക്കുന്നത്. അബ്രഹാം എന്താ മറുപടി പറയുന്നത്? എൻ്റെ മകനെ, മൈ സൺ, ദ ലോർഡ് ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് എ ഷീപ്പ്. തൻ്റെ യാഗത്തിന് ദൈവം കരുതിക്കൊള്ളും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റു പറയാമോ? എൻ്റെ ഭാവിയെക്കുറിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ, മക്കളുടെ കാര്യം, എൻ്റെ ആരോഗ്യം, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ മിനിസ്ട്രി, എൻ്റെ കാര്യങ്ങൾ, ഒരുപാട് പല പല കാര്യങ്ങളും ഭാവിയിലുണ്ട്. ഇതൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് പോകേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ബാക്കി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. ദൈവം കരുതിക്കൊള്ളും. ഈ ഒരു വാക്കും ഏറ്റുപറച്ചിലും നമുക്ക് ആവശ്യമാണ്. The Lord will take care of it. It shall be provided in his mountain. ദൈവത്തിൻ്റെ ആ പർവ്വതത്തിൽ ദൈവം അത് ഒരുക്കിയിട്ടുണ്ട്, അത് കരുതിയിട്ടുണ്ട്. ഇത് ഞാനും നിങ്ങളും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇത് വിശ്വസിച്ച് ഏറ്റു പറയണം. ദൈവം കരുതിക്കൊള്ളും മകനെ. ഞാൻ പണ്ട് മുതലേ പറയാറുണ്ട്, ദൈവമക്കൾക്ക് വേണ്ടി ദൈവമക്കളായ നാം റിസർവ്ഡ് കാറ്റഗറി, നമുക്ക് റിസർവേഷൻ ഉണ്ട്. നമ്മുടെ മക്കളുടെ പഠിത്തമാകട്ടെ, അവരുടെ വിവാഹമാകട്ടെ, അവരുടെ ഉദ്യോഗമാകട്ടെ, ഇതിനൊക്കെ ദൈവം നമുക്ക് വേണ്ടി എല്ലാം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാമോ? നാം റിസർവേഷനുള്ള കൂട്ടത്തിലാണ്. ഈ ഭൂമിയിലെ SC/ST അങ്ങനെയുള്ള റിസർവേഷൻ ഒന്നും അല്ല. അതിനേക്കാളൊക്കെ ഉയർന്ന വലിയ റിസർവേഷൻ ദൈവമക്കൾക്കായിട്ട് ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ആകുല ചിന്തപ്പെടേണ്ട കാര്യമില്ല. ദൈവം കരുതിക്കൊള്ളും. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ദൃഷ്ടാന്തം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പിയരുടെ പുസ്തകം 4-ാം അധ്യായം 11 മുതൽ വായിക്കാം. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 11 onwards. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സംതൃപ്തിയോടിരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ ഇരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. വളരെ മനോഹരമായ ഒരു സാക്ഷ്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇത് നാം വായിച്ചു പഠിച്ച് കാണാതെ പഠിക്കണം. അദ്ദേഹം പറയുകയാണ്, ഉള്ള അവസ്ഥയിൽ ഏതവസ്ഥയാണെങ്കിലും സംതൃപ്തിയോടെ ഇരിക്കുവാൻ
ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം പഠിക്കേണ്ട കാര്യമാണ് ഇതും. സംതൃപ്തിയോടെ ഇരിക്കുക, പരാതി പറയാതെ, ശപിക്കാതെ, ആവലാതി പറയാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാൻ പരിശീലിക്കണം. പൗലോസ് പറയുന്നു, ഞാനത് പഠിച്ചിട്ടുണ്ട്. യെസ്, ഞാനത് പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് ലേൺഡ്. താഴ്ചയിലാകട്ടെ, സമൃദ്ധിയിലാകട്ടെ, ഏത് സ്ഥലത്തും തൃപ്തനായിരിക്കുവാൻ എനിക്കറിയാം. വിശന്നിരിക്കുവാനും പരിചയമുണ്ട്, സമൃദ്ധിയിലിരിക്കാൻ അറിയാം, ബുദ്ധിമുട്ട് സഹിക്കാൻ അറിയാം, തറയിൽ കിടന്നുറങ്ങാൻ അറിയാം. ഞാൻ കൂട്ടിച്ചേർത്ത് പറയുക, ഇതുപോലുള്ള ഏത് കാര്യങ്ങളും ഞാൻ പരിശീലിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇത് സംതൃപ്തിയുള്ള ജീവിതത്തിൻ്റെ അതിൻ്റെ കൺക്ലൂഷനാണത്, അതിൻ്റെ ഉപസംഹാര വാചകമാണ്. എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് ആവലാതിയില്ല, പരാതിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. മറ്റൊരിടത്ത് പൗലോസിനോട് ദൈവം തന്നെ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. നിന്റെ ഏത് പ്രയാസഘട്ടങ്ങളിലും താങ്ങി നടത്തുവാൻ എൻ്റെ കൃപ മതിയായതാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വളരുവാനും പുരോഗമിക്കുവാനും ദിനംപ്രതി സംതൃപ്തിയോടെ ജീവിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാനും സാധിക്കും. ഏത് സാഹചര്യത്തിലും ദൈവമക്കൾക്ക് സംതൃപ്തിയോടെ ജീവിക്കുവാൻ സാധിക്കും. സ്തോത്രം ചെയ്യാനും നന്ദി പറയാനും തൃപ്തിയോടെ ജീവിക്കുവാനും മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും നമുക്ക് സാധിക്കും. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.